സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത സെഷൻ എടുക്കുന്നതിന് വേണ്ടി രോഹിത് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. Thank you, Amir sir. Thank you for the wonderful introductory session. Audible ആണല്ലോ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? അതെ അതെ. Okay. First of all, I will just introduce myself in a broader scenario. എൻ്റെ പേര് രോഹിത്, ആർക്കിടെക്റ്റ് ആണ്. ഞാൻ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു എൻ്റെ BArch ചെയ്തത്. കറൻ്റ്ലി അൽസലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഫോർ 5 years ആക്ച്വലി. അതുപോലെ പെരിന്തൽമണ്ണ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആർക്ക് സ്റ്റേഷൻ ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലെ പാർട്ട്ണർ കൂടിയാണ്. ഓക്കെ, കറൻ്റ്ലി ഞാൻ എൻ്റെ മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ കൂടി പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രൊഫൈലായിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അമീർ സാർ പറഞ്ഞ പോലെ മോസ്റ്റ്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൊറോണയുടെ ഒക്കെ തൊട്ട് മുൻപ് വരെ നമ്മൾ എല്ലാ വർഷവും സ്റ്റുഡൻസുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു നാറ്റ വെബിനാർ അല്ലെങ്കിൽ സെമിനാർ നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ അത് വെബിനാറാണ്. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും പല ഭാഗങ്ങളിലാണ്, ചിലർ വീട്ടിലാണ്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടമൊക്കെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം ക്ലിയർ ആവും നമുക്ക് പ്രത്യാശിക്കാം. എനിവേ, ഞാൻ എൻ്റെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഫൈനലി എൻ്റെ സെഷനും അതുപോലെ ആർട്ടിസ്റ്റ് അബു സാറിൻ്റെ സെഷനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. അപ്പോൾ അത് ടുഗെദർ നമുക്ക് ഫൈനലി ക്ലിയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ പ്രസൻറ്റേഷൻ. ഓക്കെ, ഐ ഹോപ്പ് ദ സ്ക്രീൻ ഇസ് വിസിബിൾ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ വെബിനാറിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ ഇനി നമുക്ക് കുറച്ച് പേരൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അവർ പാരലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു പ്രഥമമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് അല്ലേ? നാറ്റ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നാറ്റ എക്സാം നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ BArch കോഴ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നതിൻ്റെ ഒരു പ്രഥമ ഉദ്ദേശം. അപ്പോൾ അതിലേക്കൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രസൻറ്റേഷൻ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് നാറ്റ എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുൻപേ ഹു ഈസ് ആൻ ആർക്കിടെക്ട് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആർക്കിടെക്ചർ മാത്രം ഫോക്കസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ആർക്കിടെക്ചറിന് കൂടെ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കലോ അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേറെ ഫീൽഡുകളുണ്ട് അല്ലേ? CA, ഒരുപാട് ഫീൽഡുകൾ പാരലായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ആർക്കിടെക്ചർ ഫീൽഡ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു റൈറ്റ് ഫീൽഡാണോ ചൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആണോ ഈ ഫീൽഡ്, നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള എന്താ പറയുക എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആർക്കിടെക്ട് എന്ന് പറയുന്നത്, ഐ ജസ്റ്റ് റീഡ് ഔട്ട്, ആൻ ആർക്കിടെക്ട് ഈസ് എ പേഴ്സൺ ഹു പ്ലാൻസ്, ഡിസൈൻസ് ആൻഡ് ഓവർസീസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെയും ഡിസൈൻ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ പ്രൈമറി പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വീടാവാം, ഒരു അപ്പാർട്ട്മെന്റ് ആവാം, ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആവാം, ഒരു ഷോപ്പിംഗ് മാൾ ആവാം, എനി സ്കെയിൽ, ഈവൻ ഒരു കുടിൽ തൊട്ട് കൊട്ടാരം വരെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് നിലകളുള്ള എനി കൈൻഡ് ഓഫ് ബിൽഡിങ്സിന്റെ ഡിസൈൻ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ പ്രഥമ കർത്തവ്യം. ഓക്കെ, അതിൽ ഇപ്പം നമ്മൾ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിക്കുലം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്ലൈഡിൽ വിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ട് സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ഒരു ആർക്കിടെക്ട് ആളുടെ ഓഫീസിൽ ചെയ്യുന്ന വർക്ക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കുറച്ചുകൂടെ ആ ഒരു ഫസ്റ്റ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമിലർ ആയിരിക്കും നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരു ബിൽഡിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് പഠിക്കുന്ന പ്രോസസ്സും. നിങ്ങൾക്ക് കോളേജിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോസ് ഉണ്ടാവും, വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്ങുകൾ രൂപകൽപ്പന ചെയ്യും. അത് നമ്മൾ പേപ്പർ ബേസ്ഡ് ആയിട്ട് വരച്ച് പഠിക്കും. ചില സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കും. ആ ബിൽഡിങ്ങിനേക്കാൾ ചെറിയ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്കെയിലുള്ള ആർക്കിടെക്ചറൽ മോഡൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ,
And the third photograph is actually myself explaining to my clients regarding my ideas. സോ അതാണ് അതിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഡിസൈനിങ് ആണെങ്കിൽ സെക്കൻഡ് ഫേസ് നമ്മൾ ആ ഡിസൈൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത് അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്ന നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് അത് സൈറ്റിൽ എങ്ങനെ പ്രാവർത്തികമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഹോൾ പ്രോസസ്സിൽ നമ്മളായിരിക്കും അതിന്റെ പ്രധാന കോർഡിനേറ്റർ. ഓക്കെ, ഒരു നിർമ്മാണ മേഖലയിൽ അതിന്റെ തലപ്പത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ കൂടെ ആർക്കിടെക്റ്റിനെ പറയാം. ഓക്കെ, സോ ദ സെക്കൻഡ് തിങ് ബിആർക്ക്. അപ്പോൾ ബിആർക്കാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെയും പറയാം ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ എന്നുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് നമ്മളെ ഒരു ആർക്കിടെക്ട് എന്നുള്ള പേരിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ ക്യാപ്പബിൾ ആക്കുന്നത്. അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവിധ രാജ്യങ്ങൾ വിവിധ കൗൺസിൽസ് ഉണ്ട് ആർക്കിടെക്ചർ പ്രാക്ടീസിങ്ങിനുള്ള അതോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയും, COA. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ആ ടേം. നമ്മുടെ കൂട്ടത്തിൽ നാറ്റ എക്സാമിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾ ഉണ്ടാവും, രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർ കണ്ടു കാണും COA എന്നുള്ളത്. അപ്പോൾ COA അഥവാ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമ്മുടെ ഇന്ത്യയിലെ ആർക്കിടെക്ചർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പ്രാക്ടീസിങ്ങിന്റെയും സെക്ടർ കൈകാര്യം ചെയ്യുന്നത്, അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അപ്പോൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് നിയമപരമായിട്ട് ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു BR കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊരു BR കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. BR കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ 5-year ഫുൾ ടൈം പ്രോഗ്രാം ആൻഡ് ഇറ്റ് കംപ്രൈസ്ഡ് ഓഫ് 10 സെമസ്റ്റേഴ്സ്. ഓക്കെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. വിത്തിൻ കേരള ഇറ്റ് സെൽഫ് വി ഹാവ് ലോട്ട് ഓഫ് സീറ്റ്സ് നൗ. ഓക്കെ, അപ്പോൾ 5 വർഷം വരുന്ന 10 സെമസ്റ്റേഴ്സ് വരുന്ന ഒരു കോഴ്സാണ് BR എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ. BR പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം. ഓക്കെ, നമ്മുടെ സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ കോഴ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ബാക്കി കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. മീൻസ് നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് അധികം നമുക്ക് ചെയ്ത് പഠിക്കാനാണ്. മനസ്സിലായോ? മീൻസ് നമ്മൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ പ്രോസസ് നമ്മളൊരു പുസ്തകത്തിൽ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും നല്ലതായിരിക്കും നമ്മളത് ചെയ്ത് പഠിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ 5th ഇയർ വരെ എത്തുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ തലത്തിലുള്ള അല്ലെങ്കിൽ വിവിധ സ്കെയിലിലുള്ള ബിൽഡിങ്സിന്റെ ഡിസൈനിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ തന്നെ ഒരു പ്രാക്ടീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ക്യാപ്പബിൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ ബിൽഡിംഗ് ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കിയോസ്ക് അല്ലെങ്കിൽ ഒരു ബസ് ഷെൽട്ടർ. നേരെ മറിച്ച് ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മളത് റെസിഡൻസസ് ആവും, ഡിഫറെന്റ് സ്കെയിലുള്ള വീടുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു തേർഡ് ഇയർ മേ ബി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ അപ്പാർട്ട്മെന്റ്സ് ആവും, കുറെ കൂടെ വലിയ സ്കെയിലുള്ള പ്രോജക്ട്സ് ആവും. ആൻഡ് ഫൈനൽ ഇയറിൽ ഒരു ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് ഉണ്ട്, വി കോൾ ഇറ്റ് തീസിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് വളരെ വലിയ ഒരു ആർക്കിടെക്ചറൽ പ്രോജക്ട്സ് സ്വന്തമായി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ അവസാനത്തെ സെമസ്റ്റർ. എന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ അത്രയും ക്യാപ്പബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനിടയ്ക്ക് 1 സെമസ്റ്റർ നമ്മൾ ഒരു ആർക്കിടെക്ചർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യും. അപ്പൊ അത്രയ്ക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ഈ കോഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, നമ്മുടെ കോഴ്സിൽ സാധാരണ നമ്മൾ കോഴ്സുകളിലൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഹൗസ് ഏജൻസി ഒക്കെ നിങ്ങൾ കേട്ട് കാണും, അല്ലെ? കോഴ്സ് കഴിഞ്ഞിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. BRക്കിലെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിനിടയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ കോളേജിൽ നിന്ന് ഒരു സെമസ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ആർക്കിടെക്ചർ ഓഫീസിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെല്ലാം പഠിച്ചിട്ട് അഗൈൻ നമ്മൾ തിരിച്ച് കോളേജിൽ വന്നിട്ട് ഫൈനൽ ഇയർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ BR കോഴ്സിലുള്ളത്. ഓക്കെ, പിന്നെ ആക്ച്വലി ബിഫോർ കോവിഡ് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടാണ് ആർക്കിടെക്ചർ ആക്ച്വലി സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ സെമസ്റ്റേഴ്സിന് ഇടയ്ക്ക് തന്നെ ഒരുപാട് യാത്രകൾ ഉണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് ആഫ്റ്റർ ദിസ് ഇയർ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് ഈ സിനാരിയോ ഒക്കെ മാറി അഗെയിൻ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ, എ ലോട്ട് ഓഫ് ട്രാവൽസ് ഫോർ സ്റ്റഡി ആർക്കിടെക്ചർ ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു സിലബസ് പറയാനുള്ളത്. വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡ്രോ ടു മേക്ക് പാരലലി വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. അങ്ങനെയുള്ള ഒരു പാക്കേജ് ആണ് BR എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കസിൻസോ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ
അവരുടെ ഫോട്ടോയിലോ ഒക്കെ കണ്ട് ത്രിൽഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ കോഴ്സിലേക്ക് അട്രാക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഞാൻ അവിടെ ഷോർട്ടൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കമ്മിങ് ടു ദ നാറ്റ. വാട്ട് ഈസ് നാറ്റ 2021? 2021 നാറ്റയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതല്ലെങ്കിൽ നാറ്റ കണ്ടക്ട് ചെയ്ത് ഇത്രയും വർഷങ്ങൾ നമ്മൾ 2 പേപ്പർ ആയിട്ടായിരുന്നു ബി ആർക്ക് അറ്റൻഡ് ചെയ്തിരുന്നത്. ഒരു ഡ്രോയിങ് പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരുന്നു എക്സാംസ് പ്രീവിയസ്ലി കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറന്റ് കോവിഡ് സിനാരിയോ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ എക്സാം ആയിട്ടാണ് നാറ്റ ഓൾ ഓവർ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നാറ്റ എക്സാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എയ്തർ ഇറ്റ്സ് ഗവൺമെന്റ് ഓർ സെൽഫ് ഫിനാൻസിങ് ഓർ ഈവൻ ഇൻ എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, the basic criteria for getting admission to BR course is NATA. Okay, NATA എന്ന് പറയുന്നത് ബി ആർ കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് പാസ്സായാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ബി ആർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമ്മുടെ നാറ്റ എക്സാമും അതിൻ്റെ റെഗുലേഷൻസും റിസൾട്ട്സും കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നതും നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും. ഓക്കെ, സോ നാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 5 year ഡ്യൂറേഷനുള്ള ബി ആർക്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് തിങ്, ആക്ച്വലി ദിസ് ഇയർ 2 times നാറ്റ എക്സാംസ് ഉണ്ട്. വൺ ഈസ് ഓൾറെഡി ഡൺ. ദ നെക്സ്റ്റ് തിങ് ഈസ് അവൈറ്റിംഗ് യു. ഓൾ ഓഫ് യു ഗൈസ് ആർ അവൈറ്റിംഗ്. നെക്സ്റ്റ് മന്ത് ആണ്, ജൂലൈ 11th എക്സാം വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ സൺഡേ. അപ്പോൾ അന്നാണ് ഇനി വരുന്നത്. നമുക്ക് ഇയർലി ഇനി ഒരു ചാൻസ് കൂടെയാണ് റിമെയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും നാറ്റ എക്സാം പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സപ്പോസ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും നാറ്റ എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. ബിക്കോസ് ഇന്നും നാളെയും ആണ് നമുക്ക് നാറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ചാൻസ്, സപ്പോസ് ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാൻസ് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, and coming to the eligibility criteria of the candidates, actually നിങ്ങൾ എല്ലാവരും അതിന് എലിജിബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റിൽ ഐ വിൽ ജസ്റ്റ് മെൻഷൻ ദ ക്രൈറ്റീരിയ ഫോർ അറ്റൻഡിങ് ദ നാറ്റ എക്സാം. യു ഗൈസ് ഹാവ് ടു പാസ് ദ +2 examination with physics, chemistry and mathematics as the basic subjects. സോ നിങ്ങൾ ഏത് ബയോളജി സബ്ജക്റ്റ് എടുത്ത് സയൻസിൽ +2 കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ടാവാം. ഈ 2 തരത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് നമ്മുടെ സിലബസിൽ ഇൻവോൾവ് ആണ് അല്ലേ. അപ്പോൾ ഈ 2 സയൻസ് സ്ട്രീമുകൾ എടുത്ത ആളുകൾക്ക് നാറ്റ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ്, ആഫ്റ്റർ 10th ഓർ +2 മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 3 year ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും, നാറ്റ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഇപ്പോൾ നിങ്ങളൊരു ബി ആർ കോഴ്സിന് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു പ്രഥമ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാറ്റ എക്സാം തന്നെയാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേരള എൻട്രൻസ് കമ്മീഷൻ ഉണ്ട്. അവരാണ് നമ്മുടെ റാങ്കും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ വിവിധ കോളേജുകളിലേക്കുള്ള നമ്മുടെ അലോട്ട്മെന്റ് സിസ്റ്റം മാനേജ് ചെയ്യുന്നത് കേരളത്തിൽ കേരള എൻട്രൻസ് കമ്മീഷനാണ്. അതുപോലെ ഡിഫറെന്റ് സ്റ്റേറ്റിൽ അതിനൊരു ബോർഡ് ഉണ്ട്, അതല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി വേരിഡ്. ഇൻ അഡീഷൻ ടു നാറ്റ നമ്മൾ അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും റീജിയനും എവിടെയാണോ അവർക്ക് ഒരു അഡീഷണൽ പ്രോസസ്സ് ഉണ്ടാവാം. ആ ഒരു ചെറിയ വേരിയേഷൻ വരാം. ദാറ്റ് മേ ബി ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, മേ ബി ചിലപ്പോൾ ഒരു വാക്ക് ഇൻ ഡിസ്കഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വാക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കാം. അങ്ങനെയുള്ള സെഷൻസ് ഒക്കെ അഡീഷണലി ഉണ്ടാവാം. അതുപോലെ നമ്മുടെ +2 മാർക്കും നാറ്റയും കൂടെ കമ്പൈൻഡ് ആയിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ് ആവാം. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മെറിറ്റ് സീറ്റുകളിലൊക്കെ കാൻഡിഡേറ്റ്സിന് എടുക്കാറുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് ബി ആർക്കിന് ഒരു കോളേജിൽ സക്സസ്ഫുൾ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയാം. So what to do? The aptitude test will comprise of questions that could be the multiple choice type or MCQ type questions, multiple select type questions and numerical answer type questions. So ഇത്തവണ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നമുക്ക് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള മാനുവൽ ഡ്രോയിങ് പേപ്പർ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം
ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടും ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടും നമ്മുടെ എസ്തെറ്റിക് സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടും പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എന്താ പറയുക കാലിബ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ നിങ്ങൾ പ്ലസ് ടുവിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നുണ്ട്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്തവണ ഓൺലൈൻ എക്സാം പാക്ക് ചെയ്തിട്ടുള്ളത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ അതിൽ ഇത്രയും ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഏതും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് കൊടുത്തിട്ടുണ്ടാവും, ഓപ്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രം ദ 4 ഓപ്ഷൻസ് ഗിവൺ യു ക്യാൻ പിക്ക് ദ റൈറ്റ് വൺ. ഓക്കെ, നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ നമ്മുടെ പ്രസന്റേഷൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഏകദേശം എങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു വിൻഡോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്സിന്റെ ഉണ്ട്, അതുപോലെ തന്നെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റിക്ക് അനുസരിച്ചാണ് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് വേരി ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിലാണ് വരുന്നത്. അതുപോലെ 125 ക്വസ്റ്റ്യൻസ് അത് ആൻഡ് യു ഹാവ് 180 മിനിറ്റ്സ് വിച്ച് മീൻസ് യു വിൽ ഗെറ്റ് ഹാർഡ്ലി 1.44 മിനിറ്റ്സ്. ഒരു 1.5 മിനിറ്റ് ആയിരിക്കും ഏകദേശം നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്നത്. അതിൽ തന്നെ നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേർഡ് ക്ലിക്ക് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒരു ഹാഫ് ദ മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ മറിച്ച് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു പാസേജ് ഒക്കെ വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, വിച്ച് മേ ക്യാരി മോർ മാർക്സ് ആസ് വെൽ ആസ് വി മേ നീഡ് ലിറ്റിൽ മോർ ടൈം ടു read out the question and answer. So we have to manage time accordingly to finish the exam in the given time. Okay, so time management is very important. ഞാൻ 1.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് ആണ്. 125 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊരു 1.5 മിനിറ്റിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് വെൻ again we have just as we have already mentioned on 11th July Sunday അന്നാണ് നമുക്ക് ഇനി റിമൈനിങ് 2021 നാറ്റ എക്സാം ചാൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അന്ന് 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും എക്സാമിന്റെ ടൈം. സപ്പോസ് അന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന സെന്ററിൽ നമ്മുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റുന്നതിലപ്പുറം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെയാണെങ്കിൽ മാത്രം, അത് റയർ ചാൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ആഫ്റ്റർനൂൺ സെഷനും കൂടെ ഉണ്ടാവാം. അപ്പോൾ കുറച്ച് പേർക്ക് രാവിലെ ആയിരിക്കാം, കുറച്ച് പേർക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം. അത് നിങ്ങൾ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ ക്ലിയർ ആവും. കമ്മിങ് ഡേയ്സിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് most probably there will be only a morning exam session starting from 10 to 1 p.m. Okay, and the topics are actually very wide. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. The question could be asked in various topics that assess candidates on basic concepts in mathematics, physics and geometry, language and interpretation, elements and principles of design, aesthetic sensitivity, color theory, lateral thinking, logical reasoning, visual perception and cognition, graphics and imagery, building anatomy, architectural vocabulary, basic techniques and things like that. നിങ്ങൾ worried ആവണ്ട. ഈ ടേംസ് ഒക്കെ മേ ബി നിങ്ങൾ കേട്ടവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഫെമിലിയർ അല്ലാതെ തോന്നാം. നിങ്ങൾ worried ആവണ്ട കേട്ടോ. ഈ ഇതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടേംസ് ആണ്. ഓക്കെ, ഇതിലെ പല കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെന്നുള്ളതാണ് ഇതിലൊരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത. ഇത്തവണ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ട്, എസ്പെഷ്യലി ഓൺലൈൻ ആയതുകൊണ്ട് ഇത്തവണത്തെ എക്സാം അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു കോച്ചിങ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ലാത്ത രീതിയിലാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതിൻ്റെ നാറ്റയുടെ ബ്രോഷർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ അത് കണ്ടു കാണും. എന്ന് വെച്ചാൽ ഒരു കോമൺ സ്റ്റുഡൻറ്റിന് വിത്ത് എ ടേസ്റ്റ് ഓഫ് ആർക്കിടെക്ചർ, അല്ലെ, എന്താ പറയുക ഈ ഫീൽഡിനോട് ഒരു ഇഷ്ടവും താല്പര്യവും അങ്ങനത്തത് ഒബ്സർവ് ചെയ്യാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് പല ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എസ്തെറ്റിക് സെൻസിറ്റിവിറ്റി ഒക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആർക്കിടെക്ചറിൽ ഈവൻ ആഫ്റ്റർ യു ആർ ചൂസിങ് ദ കോഴ്സ്, ഇപ്പം നമ്മൾ എന്താണ് എന്താ പറയുക ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി, അതല്ലെങ്കിൽ എന്താണ് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫങ്ഷണാലിറ്റി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്സ്, ഓക്കെ, നിങ്ങളൊരു ബേസിക് വിഷ്വലൈസേഷൻ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഓൺലൈനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ്ലി ദേ ആർ ടെല്ലിംഗ് ലൈക്ക് ആൻഡ് ആർ മേ നോട്ട് ബി ലിമിറ്റഡ് ടു ദോസ് ഔട്ട്ലൈൻഡ്. ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു ടെർമിനോളജീസ് അവർ മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ അവർ ചോദിച്ചേക്കാം, ലൈക്ക് ജനറൽ നോളേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളും 1-2 ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിൽ വന്നേക്കാം.
and I'll just go through the important dates, availability of information and all. It's already the days are passed by. മാർച്ചിലായിരുന്നു നമ്മുടെ എന്താ പറയുക നാറ്റയുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തത്. ആസ് ഐ സെഡ്, ദ എൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഫോർ സെക്കൻഡ് നാറ്റ സെഷൻ ഈസ് ഓൺ 30th June. അപ്പോൾ 30th June ഇനി അവസാന സമയം വരെ നിങ്ങൾ കാത്തു നിൽക്കണ്ട. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ബിക്കോസ് അതിൽ ചില കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ അതിലിപ്പോൾ നിങ്ങളെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ അവരൊരു പെർട്ടിക്കുലർ സൈസിൽ ക്രോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ടൈം കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ളൊരു ഇതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതിരിക്കുക. ഓക്കെ, ഇന്ന് തന്നെ നിങ്ങൾ എന്തായാലും സപ്പോസ് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കയറിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, that's it. And the publication of downloadable admit card will be on 7th July. And the date and time of examination, as we have already mentioned, it's on 11th July. Publication of results will be on 15th July. ആൻഡ് റിസൾട്ടിൻ്റെ ഫോർമാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 200 മാർക്സിൻ്റെ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഔട്ട് ഓഫ് 200 എത്ര മാർക്സ് ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തത് എന്നായിരിക്കും മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രധാന ഭാഗം. അതുപോലെ നിങ്ങൾ എക്സാം പാസ്സായോ പാസ്സായില്ലേ എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് 70 മാർക്സ് ആണ്. ഓക്കെ, ഔട്ട് ഓഫ് 200 യു ഹാവ് ടു സ്കോർ 70 മാർക്സ്. I think which is a very kind of easy cut off to clear. അപ്പോൾ പാസ്സാവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്പെഷ്യലി കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. കുറച്ചൊക്കെ നിങ്ങൾ ചിലപ്പോൾ +2 പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ലളിതമായ ഫോമിലുള്ള കുറച്ച് സംഗതികൾ ചോദിക്കും. പിന്നെ നമുക്ക് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ അല്ലേ. we have 12 days ahead for the examination. സോ ആ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്തൊക്കെ റീഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ദ റിസൾട്ട് ഫോർമാറ്റ്. ആൻഡ് കമ്മിങ് ടു ദ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, ഐ ഡോണ്ട് നോ, മേ ബി മോസ്റ്റ് ഓഫ് യു ഹാവ് ഓൾറെഡി അപ്ലൈഡ്. എനിവേ ഐ വിൽ ജസ്റ്റ് മെൻഷൻ റിഗാർഡിംഗ് ഇറ്റ്. ചിലപ്പോൾ അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ നാറ്റ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് www.nata.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അതാണ് നമ്മുടെ നാറ്റ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുള്ള ബ്രോഷർ അതിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അതിൽ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അതിൽ കയറുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാറ്റ എക്സാമിന് അപ്ലൈ ചെയ്യാം. സോ ദ ഫസ്റ്റ് സെഷൻ വിൽ ബി ഫില്ലിംഗ് ഓഫ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, അതുപോലെ ഒരു യൂണീക് പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് വിൽ ടുഗെദർ ആക്ട് ആസ് ദ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഫോർ ദിസ് പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഫോർ എനി ഫർദർ നീഡ്സ്. ഇപ്പം നിങ്ങൾ വീണ്ടും അതിൻ്റെ പേജിൽ കയറി നോക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തു, നാളെ നിങ്ങൾക്ക് കയറിയിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഈ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ID ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ അത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ എവിടെയെങ്കിലും ഫീഡ് ചെയ്ത് വെക്കുക. ഓക്കെ സർ, യാ, നാറ്റക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ ക്രീമി ലെയർ കൊടുത്തിട്ടില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ദാറ്റ് ആക്ച്വലി വി ഹാവ് ടു ക്രോസ് ചെക്ക്. മീൻസ് നിങ്ങൾ എന്താ പറയുക, നമ്മൾ കീമിലൊക്കെ അത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നാറ്റ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമല്ലോ, ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോൺ ക്രീമി ലെയർ ഒക്കെ സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മീൻസ് നമുക്ക് മേ ബി നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എന്താ പറയുക നമ്മുടെ കിട്ടുന്നത് ഒരു ഇതാവൊന്നുമില്ലല്ലോ. ഞാൻ കീമിന് കൊടുത്തിട്ടില്ല. കീമിന് കൊടുത്തിരുന്നു. രോഹിത് സാറെ സംശയങ്ങൾ നമുക്ക് അവസാനം തീർക്കാം. ഇത്തരം സോറി മോളെ, സംശയങ്ങൾ അവസാനം ചോദിക്കുക, കാരണം ഇല്ലെങ്കിൽ ക്ലാസ് ഡിസ്റ്റർബ് ആവും. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ഐ വിൽ ക്ലോസ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് ദ റിമൈനിങ് വൺസ് വി വിൽ ആൻസർ അറ്റ് ദ ലാസ്റ്റ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ഇത് വറീഡ് ആവണ്ട. ഓക്കെ, ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വറീഡ് ആവണ്ട. നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ,
ഇപ്പൊ നാറ്റയിൽ ആകെ നിങ്ങൾ നാറ്റയുടെ എക്സാമിന്റെ ഫീ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ നിങ്ങളെ കാറ്റഗറി അഫക്ട് ചെയ്യുന്നുള്ളൂ. മീൻസ് ഇപ്പൊ നമ്മളൊരു ഷെഡ്യൂൾഡ് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് നാറ്റയുടെ എക്സാം ഫീയിൽ ഒരു ചെറിയ അളവുണ്ട്, അതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെയിൽ എന്ത് ചെയ്യാം, നാറ്റയുടെ ക്വയറിയിലേക്ക് ജസ്റ്റ് ഒരു മെയിൽ ഇട്ട് വെക്കാം. ഓക്കെ, ഐ സജസ്റ്റ്. Okay, so the first thing is filling of your personal details, which is like your name, എന്താ പറയാ, പാരൻസ് നെയിം, നിങ്ങളുടെ ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു വിൽ എൻ്റർ ടു ദ സെക്കൻഡ് പോർഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ where you have to upload your signature, your photograph and all. I'll mention its sizes and all in the coming slide. And the third phase will be fee payment, exam fee payment, which you can as an online payment. നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് എക്സാമിൻ്റെ ഫീസ് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദീസ് ആർ ജസ്റ്റ് അഗെയിൻ ബ്രീഫിംഗ് റിഗാർഡിംഗ് ദ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. ഫില്ലിംഗ് അപ്പ് ഓഫ് ഫീൽഡ്സ് വിൽ ബി ഇൻട്രാക്റ്റീവ് ഇൻ നേച്ചർ. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യുക, അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് അഗെയിൻ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ, നിങ്ങളുടെ റിസൾട്ട്സ് ചെക്ക് ചെയ്യാൻ, അതൊക്കെ നിങ്ങൾ ഈ പാസ്വേഡ് നിങ്ങളുടെ മെയിൽ ഐ ഡിയും വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ജസ്റ്റ് മെൻഷൻ ഇൻ ദ ലാസ്റ്റ് സ്ലൈഡ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രത്യേക സൈസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈസൊക്കെ ഈ പറഞ്ഞ പോലെ എത്ര സെൻറ്റിമീറ്റർ ആണോ എത്ര KB ആണോ എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ഫോട്ടോ റീസൈസിങ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകളുണ്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇമേജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എത്ര KB വേണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമേജ് സൈസ് അല്ലെങ്കിൽ ഫയൽ സൈസ് കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിലേതെങ്കിലും ഒരു രീതി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫയൽ സൈസ് ഈ പറഞ്ഞിട്ടുള്ള സൈസിലേക്ക് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ തേർഡ് സെഷൻ ഈസ് ഫീ പേയ്മെൻറ്റ്. ആപ്ലിക്കേഷൻ ഫീ പേയബിൾ ആസ് എ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ നാറ്റ 2021 എനി വൺ ടെസ്റ്റ് ഈസ് Indian rupee 2000. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഒരു ചാൻസ് അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ 2 ടെസ്റ്റ് കമ്പൈൻഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ 4000 രൂപയാണെന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 2000 രൂപയാണ് ജനറലി നാറ്റ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ റിഡക്ഷൻ ഉണ്ട്, 1500 rupees ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കേസിലൊക്കെ മാത്രമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, so that is the things regarding the NATA and regarding the NATA application as well. And right now I'll just show how the examination window will somehow look like when you are login for your examination. ഇപ്പോൾ നാറ്റ എന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഫഷണൽ എക്സാംസും ഓൺലൈൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കോവിഡ് ഇഷ്യൂസ് എല്ലാം മാറുന്നവരേക്കെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത്തവണ ബാക്കി എന്താ പറയുക, ഹയർ എഡ്യൂക്കേഷനുള്ള ഗേറ്റ് പോലെയുള്ള എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്ന ഒരു സിമിലർ സോഫ്റ്റ്വെയർ സിസ്റ്റം തന്നെയാണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നാറ്റ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എഫിഷ്യൻ്റ് ആണ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് ചാൻസ് നാറ്റ എഴുതിയവരുണ്ടാവാം, അവർക്ക് മേ ബി അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു സംവാട്ട് ലൈക്ക് ദിസ്, നോട്ട് എക്സാക്ട്ലി ലൈക്ക് ദിസ് ബട്ട് സംവാട്ട് ലൈക്ക് ദിസ്, ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നിരിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർ എന്താണ് നിങ്ങൾ ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളൊക്കെ അഗെയിൻ വൺ മോർ ടൈം നിങ്ങളുടെ എക്സാം ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. ആൻഡ് 3 hours ഈസ് നോട്ട് ദാറ്റ് മച്ച് എ ലെസ് ടൈം. നിങ്ങൾക്ക് കൃത്യമായി ആലോചിച്ച് വൃത്തിക്ക് ടെൻഷനൊന്നും അടിക്കാതെ പ്രോപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങാനുള്ള ടൈമുണ്ട്. ഓക്കെ, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വിൻഡോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5-10 minutes നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കളർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേംസ് പോലെ നിങ്ങൾ ഈ കളറൊക്കെ കണ്ട് പേടിക്കണ്ട.
നമുക്ക് എക്സാംസ് ഒരു പാലറ്റ് പോലെയാണ് കിടക്കുക. മീൻസ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഡയറക്റ്റ്ലി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് തേർഡിലേക്ക് പോവാം. നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാം. എഗെയിൻ തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യാതെ അവിടെ വെച്ച് പോയ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ അങ്ങനെ കാണാം, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും നമ്പറുകൾ ഒരു പാലറ്റ് പോലെ നമ്മൾ എക്സാമിൻ്റെ സൈഡിൽ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം. അതേപോലെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് വിചാരിക്കുക, പക്ഷേ ഒന്നും കൂടെ നോക്കിയിട്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, എളുപ്പമുള്ളതൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഇതിലേക്ക് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാർക്ക് ഫോർ റിവ്യൂ ടിക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ സജസ്റ്റ് ദാറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടൈം മാനേജ്മെന്റിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ടൈം കിട്ടി റിലാക്സ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ സഡൻലി നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എടുക്കാൻ നെക്സ്റ്റ് അടിക്കുക. നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. അതുപോലെ വേറൊരു നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. മീൻസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏകദേശം അത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവസാനം ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടൈം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ആൻസർ ഏതാണോ അത് അവർ എന്താ പറയുക, മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് പരിഗണിക്കും. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾക്ക് അവസാനം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് എൻഷുർ ചെയ്യുകയും ചെയ്യാം ആ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് എന്നുള്ളത്. ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി നിങ്ങൾ വൺസ് യു ആർ സ്റ്റാർട്ടിങ് അറ്റൻഡിങ് ദ എക്സാം ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. ഓക്കെ. അഗെയിൻ ക്വസ്റ്റ്യനെ പറ്റിയുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക, മാർക്ക് ഫോർ റിവ്യൂ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് റീഡ് ഔട്ട് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സാം ടൈമിന് മുമ്പ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊരു അരമണിക്കൂറൊക്കെ മുമ്പ് സെൻറ്ററിൽ എത്തുക, കറക്റ്റ് ടൈമിന് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വായിച്ച് എക്സാം ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഗോ ടു ദ എക്സാമിനേഷൻ. ഓക്കെ. ആൻഡ് വൺസ് ദ എക്സാം സ്റ്റാർട്ടഡ് ദ വിൻഡോ വിൽ ടേൺ ലൈക്ക് ദിസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് വിസിബിൾ അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനും ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഇതൊക്കെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇത് തന്നെ ചോദിച്ചോളണമെന്നില്ല, പക്ഷേ സിമിലർ ആയിരിക്കും. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അഡീഷണൽ നിങ്ങൾ എന്തായാലും റീഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. എന്തൊക്കെ റീഡ് ഔട്ട് ചെയ്യണം നമുക്ക് വരാം. വിൽ just check the question. Which of the following consumes least amount of electricity? ഈ ഓപ്ഷൻസിലുള്ളതിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ എനർജി കൺസ്യൂം ചെയ്യുന്നത്, എനർജി കൺസംഷൻ കുറഞ്ഞ കൈൻഡ് ഓഫ് ലൈറ്റ് ഏതാണ്? ഫ്ലൂറസൻ ട്യൂബ്, ടങ്സ്റ്റൺ ബൾബ്, കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇതിൽ ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എങ്ങനെ ഈ ആൻസറിലേക്ക് എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ജനറൽ ആയിട്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല, ജനറൽ നിങ്ങൾ എങ്ങനെ ആൻസറിലേക്ക് എത്തണം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, നമ്മളൊരു ജനറൽ എബിലിറ്റി ഒക്കെ ആയിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു കാലഘട്ട ക്രമേണ നിങ്ങൾ എങ്ങനെയുള്ള ലൈറ്റുകളായിരുന്നു പണ്ട്, താരതമ്യേന ഏറ്റവും പുതിയതായിരിക്കുമല്ലോ ഏറ്റവും എഫിഷ്യന്റ് അല്ലെ. നമ്മൾ ടെക്നോളജി പുരോഗമിക്കും തോറും നമ്മൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളതല്ലേ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുതിയതായിരിക്കും ഏറ്റവും എഫിഷ്യന്റ്. നമ്മൾ കുറച്ചു കാലം മുമ്പൊക്കെ ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റ് ആയിരുന്നു നമ്മളെ വീട്ടിലൊക്കെ കൂടുതൽ അല്ലെ. ടങ്സ്റ്റൺ ബൾബ് എന്ന് പറയുന്ന ആ ഫിലമെന്റും പരിപാടികളൊക്കെ ഉള്ളതാണ്. അതും അഗെയിൻ പഴയതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്യൂബ് വന്നത്. അത് കഴിഞ്ഞിട്ട് CFL വന്നു അല്ലെ. ഇപ്പൊ കുറേയും കൂടെ LEDs ആണ് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് LED is the one currently which consumes less energy. So that is the answer. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇടേണ്ട ഒരു അപ്രോച്ച് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ ബൾബുകളായിരിക്കും നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് പിന്നെ ട്യൂബ് ലൈറ്റ്സ് വന്നു. അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് CFL വന്നു. അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് LED വന്നു. സപ്പോസ് LED ഈ ഓപ്ഷൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി CFL ആയിരുന്നിരിക്കും ആൻസർ. മനസ്സിലായോ? ആ രീതിയിലാണ് നിങ്ങൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും അതിൽ കുറച്ചെണ്ണൊക്കെ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? ഒരു അഡീഷണൽ റീഡിങ്ങോ ഒരു അഡീഷണൽ ഒബ്സർവേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും അതിൽ ഉണ്ടാവാം. എനിവേ ജസ്റ്റ് റീഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ.
ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻ ആർക്കിടെക്ചർ ഈസ് ഫൗണ്ട് അറ്റ് ഓപ്ഷൻസ് ആർ സിക്കിം, കേരള, പുതുച്ചേരി, ഗോവ. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ എളുപ്പം, നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ നിങ്ങൾ സാമൂഹ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും മലയാളം മീഡിയത്തിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ. അപ്പം അതിൽ നമ്മൾ എന്താ പറയുക, ഡിഫറെൻറ്റ് ഇൻവേഷൻസ് ഇൻ ഇന്ത്യയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ബ്രിട്ടീഷുകാർ ആദ്യം എവിടെ വന്നു, ഫ്രഞ്ചുകാർ എവിടെ വന്നു, ഡച്ചുകാർ എവിടെ വന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എവിടെയോ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ടിൽ നിങ്ങൾക്ക് ആൻസർ അടിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആർക്കിടെക്ചർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് പുതുച്ചേരി ഓർ പോണ്ടിച്ചേരിയിലാണുള്ളത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നല്ല കളറുള്ള, നല്ല യെല്ലോയിഷും ഭയങ്കര കളേർഡ് ആയിട്ടുള്ള ആർച്ചസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് ഫ്രഞ്ച് പീപ്പിൾ പോണ്ടിച്ചേരിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴും ഉണ്ട് ആ പഴയ ബിൽഡിങ്സ് ഒക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കേണ്ടത്, സപ്പോസ് ഇത് നേരത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളെ സംബന്ധിച്ച് മേ ബി ഡിഫിക്കൽട്ട് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ സ്റ്റൈൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്യുക. അത് എവിടെയൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. മനസ്സിലായോ? എന്തൊക്കെ തപ്പി പഠിക്കണം എന്നുള്ളതൊരു ഐഡിയ കിട്ടി തുടങ്ങിയില്ലേ. അപ്പം അങ്ങനത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്റ്റിറ്റ്യൂഡിലെ കുറേ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ കേരള ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേരളത്തിലെ ഒരു റൂഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓർമ്മ വരും എന്തായിരിക്കും, ഒരു ചെരിഞ്ഞ റൂഫും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നമ്മളവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. സിമിലർലി അങ്ങനെ പല റീജിയനെ പറ്റിയും ചോദിക്കാം. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് സ്റ്റഡി ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഓൾ ഓവർ ദ വേൾഡ് ആർക്കിടെക്ചറും ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരിക്കുക. ഏറ്റവും ഫേമസ് ഇന്റർനാഷണൽ ആർക്കിടെക്ട്സ് ആരൊക്കെയാണ് നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഫേമസ് ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് ഇൻ ദ വേൾഡ്, അതേപോലെ ഫേമസ് ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഇൻ ഇന്ത്യ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് പഠിച്ചു വെക്കുക. ഫൈൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗ്രീൻ ആർക്കിടെക്ചർ ഈസ് പ്രൊമോട്ടഡ് ദീസ് ഡേയ്സ് ബിക്കോസ്. ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് കോമൺ സെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. Green architecture is promoted these days because, I read out the options, it uses good colors, it lasts longer, it is environment friendly, it costs less initially. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ്. അത് മിക്കവാറും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓടിയ ആൻസർ അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ബിൽഡിംഗ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പൊള്യൂഷൻ കുറയ്ക്കണം എന്നൊക്കെ ഉള്ളതിലൊക്കെ നിങ്ങളൊരു ഗ്രീൻ സിമ്പിൾസ് ഒക്കെ കണ്ടിട്ടില്ലേ. അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ നിങ്ങളൊരു ഗ്രീൻ നെയിം ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എനർജിക്ക് നമ്മുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചസിനൊക്കെ നമ്മളൊരു ഗ്രീൻ കളർ കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഗ്രീൻ ആർക്കിടെക്ചർ എന്നുള്ള ഒരു സംഗതിയും വരുന്നത്. ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കളറിലുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, അത് എന്താ, ആക്ച്വലി ഇറ്റ് ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അനദർ വൺ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിലിപ്പോൾ ഒരു സോളിഡ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ നേരെ തിരിച്ചു ആവാം. ഒരു സോളിഡ് തുറന്നു വെച്ചിട്ടുള്ള രീതിയിൽ, ആ തുറന്നു വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡ് എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. ഹൗ മെനി സർഫസസ് ആർ ദർ ഇൻ ദ മോഡൽ? കൺസിഡർ ഓൾ സീൻ ആൻഡ് അൺസീൻ സർഫസസ്. ഓക്കെ, അപ്പോൾ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർഫസ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലെയിൻ, ഒരു പ്ലെയിൻ അല്ലേ. നിങ്ങൾ 2 ഡയമെൻഷണൽ ജോമെട്രിയും 3 ഡയമെൻഷണൽ ജോമെട്രി ഒക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്നെക്കാൾ വളരെ ഉഷാറാണ് നിങ്ങൾ ഇതിലൊക്കെ. ഓക്കെ, മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ് അല്ലെ. അങ്ങനെയുള്ള എത്ര സർഫസ് ഈ കാണിച്ചിട്ടുള്ള സോളിഡിന് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കൺസിഡർ ഓൾ സീൻ ആൻഡ് അൺസീൻ സർഫസസ്. നമ്മൾ കാണുന്നതും കൗണ്ട് ചെയ്യണം, കാണാത്തതും കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതിന്റെ പിൻഭാഗങ്ങളൊക്കെ കൗണ്ട് ചെയ്യണം. ഓക്കെ, റിയർ സൈഡൊക്കെ നിങ്ങൾ ഒരു സർഫസ് ആയിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളത് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നേരെ തിരിച്ച് ഈ മോഡൽ തന്നെ കാണിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, 3 റെക്റ്റാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ടാവും. ആ ടോപ്പ് പോർഷനിൽ കാണുന്ന സ്ക്വയർ നിങ്ങൾ ടോപ്പിൽ നോക്കുമ്പോൾ കാണും. അതേപോലെ ആ സ്ക്വയറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, അത് നിങ്ങൾ ടോപ്പിൽ നിന്ന് കാണും. പിന്നെ ഒരു എൽ ഷേപ്പിലുള്ള, ഈ ഔട്ടർ സൈഡിലൂടെ പോകുന്ന ഒരു എൽ ഷേപ്പിലുള്ള ഒരു
ഒരു റെക്ടാങ്കുലർ പോർഷൻ വരുന്നുണ്ട്, അതും നിങ്ങൾ എന്ത് ചെയ്യും, ടോപ്പിൽ നിന്ന് കാണും. അപ്പൊ ഇങ്ങനെ ഒരു 3 ഷേപ്പുകളായിരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ജോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും സാധാരണ നാറ്റയിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആക്ച്വലി ഇത്ര ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്തവണ കുറെ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലാംഗ്വേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ വർഷം കുറച്ച് പ്രോമിനന്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാരഗ്രാഫ് ഒക്കെ തരും, എന്നിട്ട് എന്താ പറയാ, ആ പാരഗ്രാഫ് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ വായിച്ചിട്ട്. അതിന്റെ മീനിങ് വെച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് സെന്റൻസ് ആണ് കറക്റ്റ്, അങ്ങനത്തെ ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കുറെ കാലമായിട്ട് PSC യിലും അങ്ങനെയുള്ള വേറെ എക്സാംസിലൊക്കെ അത് കണ്ടുവരാറുള്ള പാറ്റേൺ ആണ്. ഇത്തവണ അത് നാറ്റയിലും ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളൊരു പേഴ്സണൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാണ്, എത്ര പെട്ടെന്ന് നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ലാംഗ്വേജിലെ സ്കിൽ എന്താണ്, അതൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആൻഡ് കമ്മിങ് ടു വാട്ട് ഓൾ ടോപ്പിക്സ് യു ഹാവ് ടു ലുക്ക് ഫോർ പ്രിപ്പയറിംഗ് ഫോർ നാറ്റ സെക്കൻഡ് ചാൻസ്, അതാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിപ്പയർ വെൽ യൂസിങ് ദ റിമൈനിങ് ടൈം എഫിഷ്യൻലി. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 12 ദിവസം നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അപ്പൊ അതൊരു ചെറിയ ടൈമൊന്നുമല്ല. നിങ്ങൾ കട്ടക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 12 ദിവസം എന്ന് പറയുന്ന ഒരു ചെറിയ ടൈമൊന്നുമല്ല. നാറ്റ പോലെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയർ ആയിട്ടുള്ള ഒരു എക്സാം 12 ദിവസം നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം, വെറുതെ സമയം കളയരുത്. ഈ 12 ദിവസം കഴിഞ്ഞാൽ എക്സാമും കൂടെ തീർന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദിവസമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാ, വ്ളോഗ് കണ്ട് കളയാനും ഒക്കെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങളെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ദർ വിൽ ബി എ ഗ്യാപ്പ്. ഓക്കെ, ദർ വിൽ ബി എ വെക്കേഷൻ ടൈം. അപ്പൊ നിങ്ങൾ കുറച്ച് ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തോ. ഇപ്പൊ ഒരു 12 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് തിങ്, ആർക്കിടെക്ചറൽ പാർട്ടിൽ എന്തിനെയൊക്കെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് മെറ്റീരിയൽസിനെ പറ്റിയിട്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആർക്കിടെക്ചറൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ബ്രിക്ക്, അതല്ലെങ്കിൽ റേറ്റ്, അല്ലെങ്കിൽ ചെങ്കല്ല് എന്നൊക്കെ പറയും നമ്മുടെ അവിടെ, അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്, അല്ലെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ചോദിക്കാം. ചിലപ്പോൾ ഒരു ഫോട്ടോ തന്നിട്ട് ചിലപ്പോൾ ഒരു ഗ്രാനൈറ്റിന്റെ ഫോട്ടോ തരും, എന്നിട്ട് അതിന്റെ ഓപ്ഷൻസിൽ ഉണ്ടാവും സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ, ടൈൽ എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ടെർമിനോളജി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ആർക്കിടെക്ചറൽ ടെർമിനോളജി മീൻസ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ. ഓക്കെ, ഇപ്പോൾ റൂഫ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ ടെർമിനോളജിയാണ്, ലിൻഡൽ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ ടെർമിനോളജിയാണ്, സ്ലാബ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ ടെർമിനോളജിയാണ്, അല്ലെ. അതിൽ റൂഫും സ്ലാബും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലിൻഡൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ സാധാരണ ജനലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജനലിന് മേലെ കൂടെ ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ജനലിന് മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു ബെൽറ്റ് ഓടിക്കുന്നുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ലിൻഡൽ. അപ്പൊ അങ്ങനെയുള്ള ബിൽഡിംഗ് ടെർമിനോളജീസ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ടെർമിനോളജി പറഞ്ഞുള്ളൂ, അങ്ങനെ ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിൽഡിംഗ് ടെർമിനോളജീസ് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതുപോലെ ബിൽഡിങ്സിനെ പറ്റിയും പഠിക്കണം. ഏതൊക്കെയാണ് ഇന്ത്യയിലെ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുമാർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ പ്രോമിനന്റ് ബിൽഡിങ്ങുകൾ ഏതാണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പഠിക്കണം. ഓൾ ഓവർ ദ വേൾഡ് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് എന്ന് പഠിക്കണം. ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഏറ്റവും പ്രഗത്ഭരായ ആർക്കിടെക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ബിൽഡിംഗ് പാർട്സ്, ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഒരു സ്പെസിഫിക് പാർട്ടൊക്കെ തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പിരമിഡിന്റെ ഫോട്ടോ തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ എന്ത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ലണ്ടൻ ബ്രിഡ്ജിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാവും, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരടിക്ക് പറയാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ കുറേ ബ്രിഡ്ജുകൾ ഉണ്ടായിരിക്കും വേൾഡിൽ, പക്ഷെ അത് ലണ്ടൻ ബ്രിഡ്ജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നിങ്ങൾ അതിന്റെ ഫോട്ടോ മുൻപ് കണ്ടിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്ങുകളൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ വിഷ്വലൈസിങ് 2D ആൻഡ് 3D. അതിലെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഒരു സോളിഡ് തുറന്നു വെച്ചത് അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കാം. ഒരു സോളിഡിന് എത്ര സൈഡ്സ് ഉണ്ട് എന്ന് ചോദിക്കാം. ഒരു സോളിഡ് ഒരു സർഫസിന്റെ ഒരു ചിത്രം ഉണ്ടാവും, ആ സർഫസിൽ ചിലപ്പോൾ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 3-4 സോളിഡിന്റെ പിക്ചർ വന്നിട്ട് അതിൽ ഏതൊക്കെ സോളിഡ് ആ ഹോളിൽ കൂടെ പാസ് ചെയ്യും എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, അതിൻ്റെ ഒരു 3D ഷേപ്പും അതിൻ്റെ ഒരു സൈസും വെച്ചിട്ട് അകത്തുകൂടെ അത് ഫിറ്റ് ആവുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതൊക്കെയാണ് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ട് നാറ്റയിൽ
ഇത്തവണ ചോദിക്കാൻ പോകുന്ന പാർട്ടുകൾ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്ത് പഠിക്കണം. പിന്നെ അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മീൻസ് ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു ഫിഗറിൽ ഒരു മേലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ആരോ ഉണ്ടാവും, രണ്ടാമത്തെ ഫിഗറിൽ റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ആരോ ഉണ്ടാവും, മൂന്നാമത്തെ ഫിഗറിലേക്ക് താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ആരോ ഉണ്ടാവും, നാലാമത്തേൽ എങ്ങോട്ടായിരിക്കും, ഫോർത്ത് ഫിഗർ എങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻസിൽ ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ആരോ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. അതുപോലെ ഒരു ആരോയോ ഒന്നിൽ കൂടുതൽ ആരോസോ അല്ലെങ്കിൽ ലൈൻസോ സിമ്പിൾസോ അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയുള്ളത് എന്താ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ് നിങ്ങളുടെ ജനറൽ ഒബ്സർവേഷൻ സ്കില്ലുകൾ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാവാം, ജസ്റ്റ് പത്രത്തിൽ വരുന്ന എന്തെങ്കിലും ജനറൽ നോളജ് ആവാം. അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ലാംഗ്വേജ് സ്കില്ല് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പാരഗ്രാഫൊക്കെ വായിച്ചിട്ട് അതിൻ്റെ സെൻറ്റൻസുകളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതല്ലെങ്കിൽ ഒരു ചെറിയൊരു സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് ഇട്ടിട്ടുണ്ടാവും, അങ്ങോട്ടേക്ക് ഫിറ്റ് ആവുന്ന വേർഡ് ഏതാണ്. അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, ആ വേർഡിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ് തന്നിട്ടുള്ള ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനത്തെയൊക്കെ ചോദിക്കാം. ഓക്കെ, അതാണ് ലാംഗ്വേജ് സ്കില്ലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ബ്രഷ് അപ്പ് യുവർ +2 സിലബസ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതിൽ ആക്ച്വലി ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാവും എനിക്കറിയാം. കാരണം +1 +2 ഒരു വളരെ വാസ്റ്റ് സിലബസ് ആണ് അല്ലേ. പക്ഷേ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ പഠിച്ചതിൽ ബുദ്ധിമുട്ടുള്ള ഡബിൾ ഇൻറ്റഗ്രേഷനും പരിപാടികളൊന്നും ഇവിടെ നാട്ടിലേക്ക് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തായിരിക്കും, ഇപ്പോൾ ചെറിയ ജോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു 1 മിനിറ്റ് നിങ്ങളൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. മനസ്സിലായോ? എന്തായാലും ഒരു ½ എ മിനിറ്റ് കൊണ്ട് ഒരു നോർമലി ഒരു സ്റ്റുഡൻറ്റിന് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടാവുന്ന ടൈപ്പ് നിങ്ങളുടെ +2 സിലബസുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ +1 ആൻഡ് +2 നിങ്ങൾ ഈ ഒരു 12 ദിവസം കൊണ്ട് അത് വായിക്കാൻ പോയാൽ ഫുള്ള് തീരില്ല എന്ന് എനിക്കും നിങ്ങൾക്കും വളരെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് ബേസിക്സ് ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, എസ്പെഷ്യലി മാത്സിൽ നിങ്ങളുടെ 2 ഡയമെൻഷണൽ ജോമെട്രി ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി ഒക്കെ ഇല്ലേ, ആ പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു സർക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാൻജൻറ്റ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. കാരണം ജോമെട്രി ആർക്കിടെക്ചറും കുറച്ച് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ മാത്സിൽ തന്നെ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുക്കാറുള്ളത് ആ പാർട്ടിനൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ദ ടൈം മാനേജ്മെന്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങളെ ലൈഫിൻ്റെ അവസാനമൊന്നുമല്ലല്ലോ അല്ലേ, ഒരു എക്സാം അത്രേ ഉള്ളൂ, എഴുതി നോക്കുക, കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ വരുന്ന 12 ദിവസം വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് ഈ 12 ദിവസമാണ്. എക്സാമിൻ്റെ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പോവുക. ഓക്കെ, 12 ദിവസം നിങ്ങൾ നന്നായിട്ട് ടൈമൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിൻ്റെ അന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് പോവുക, എക്സാം അറ്റൻഡ് ചെയ്യുക, ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ആൻഡ് ഇത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത് നാറ്റ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഒരു പേഴ്സണൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ, അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന് ഒരു റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാറ്റേൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാലും എന്ത് ചെയ്യും, അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, so better you note down the mail ID as well as the mobile numbers provided in the particular slide. Okay, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫൈൻ, അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ജനറൽ ആസ്പെക്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ടൈം കൺസ്ട്രെയിൻ വെച്ചിട്ട് ഞാനിപ്പോൾ വാട്ട് ഈസ് നാറ്റ അല്ലെങ്കിൽ വാട്ട് ഈസ് BR, വാട്ട് ഈസ് ആർക്കിടെക്ചർ എന്നുള്ള ഒരു പെർട്ടിക്കുലർ പോർഷൻ ഞാനിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു 5 ഇയർ ഡ്യൂറേഷനിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോവുകയാണ്. ആ കോഴ്സ് ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറും കൂടെ ചൂസ് ചെയ്യണം അല്ലേ. നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളൊരു ഫീൽഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ തറവായിട്ട് പഠിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, നമ്മുടെ ആർട്ടിൻ്റെ സെഷനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാറുണ്ട്. അപ്പോൾ അബൂബക്കർ സാറ് നെക്സ്റ്റ് സെഷനിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ട് ഇൻ ആർക്കിടെക്ചർ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ട് ഇൻ നാറ്റ എന്നുള്ള കാര്യങ്ങൾ
നിങ്ങൾക്ക് പറഞ്ഞു തരും വളരെ ക്ലിയർ ആയി.